നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒട്ടും എണ്ണ കുടിക്കാത്ത ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതിൻ്റെ പുറമെ നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ഉള്ളത്. ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 2 അത്യാവശ്യം വലുപ്പമുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പഴുപ്പ് കൂടിയ പഴം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ പഴുത്ത് തുടങ്ങിയ പഴം എടുക്കുക. അതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പഴത്തെ 3ആയിട്ട് മുറിച്ചിട്ട് ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് ആവി കയറാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇതിലേക്ക് പഴം ഇറക്കി വെച്ച് കൊടുക്കാം. 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ 15 മിനിറ്റോളം നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. പഴം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പഴത്തിൻ്റെ നടുഭാഗത്തുള്ള കറുത്ത അരി മാറ്റിയെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നടുഭാഗത്ത് നിന്നും അത് പൂർണ്ണമായിട്ടും തന്നെ മാറ്റിയെടുക്കാം. ഇങ്ങനെ മാറ്റിയെടുക്കുന്നത് നമ്മൾ പഴം ഒന്ന് കുഴച്ചെടുക്കാനാണ് പോകുന്നത്. ഇതുകൂടി ഉണ്ടാകുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കുന്നത്. ഇതേപോലെ മാറ്റിയെടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പഴുത്ത പഴം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഒരുപാട് പഴുത്ത പഴമാകുമ്പോൾ ആവിയിൽ വേവിച്ച് വരുമ്പോൾ അതിൽ നിന്നും വെള്ളം നല്ല പോലെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ആ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൽ പൊടികൾ എന്തെങ്കിലും ചേർക്കേണ്ടി വരും. ഇതുപോലെ പഴുത്ത് തുടങ്ങിയ പഴമാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. പൊടിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 2.5 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവനവൻ്റെ മധുരത്തിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അവിലാണ്. മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അവിൽ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിൽ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കൂട്ടിൽ നിന്നും പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളപ്പറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുക്കിപ്പൊരിക്കാൻ പാകത്തിനൊരു കൂട്ട് ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മൈദയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം ആവശ്യമായിട്ട് വരും. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാത്ത കൂട്ടിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചപ്പാത്തി പലക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടിൽ നിന്നും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുള എടുക്കാം. ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുള എടുത്തതിന് ശേഷം അത് ഈ ഒരു പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് പഴത്തിൻ്റെ കൂട്ടിരിക്കുക. അതുകൊണ്ടാണ് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ നെയ്യ് തടവിയിരിക്കുന്നത്. ഇതുപോലെ എല്ലാ അരികുകളും ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ആ ഒരു കൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് മാത്രം വെച്ച് കൊടുത്താൽ മതി. അതുപോലെ സൈഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഒരു അരികിൽ നിന്നും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പഴത്തിൻ്റെ കൂട്ടായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കൂട്ടിരിക്കുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരരികിൽ നിന്നും കൈ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
പഴത്തിൻ്റെ കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാതെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് തന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഒന്ന് നന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ അരികുകളും ഒന്ന് നന്നായിട്ട് സീൽ ചെയ്തെടുക്കണം. പഴത്തിൻ്റെ കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഞാനിപ്പോൾ ഇവിടെ 2 അരികുകളും നന്നായിട്ട് ഒന്ന് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റോൾ ചെയ്ത് വന്ന ഭാഗവും ഒന്ന് നന്നായിട്ട് തന്നെ സീൽ ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലെ ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഈ 2 പഴത്തിൻ്റെ അളവിൽ എനിക്കിവിടെ 3 അത്യാവശ്യം വലുപ്പമുള്ളതും ഒരു ചെറുതുമാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇത്രയും ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1/4 കപ്പ് അളവ് തേങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 2 ബ്രെഡ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മൈദയുടെ കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും മൈദയുടെ കൂട്ട് നന്നായിട്ട് കോട്ടായി വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു രീതിക്കാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു പലഹാരം ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നും വെച്ചിട്ടല്ല തയ്യാറാക്കി എടുക്കേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും നന്നായിട്ട് വെന്ത് വന്നു തന്നെയാണ്. എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഇതിപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിപ്പം എണ്ണയിൽ നിന്നും കോരി മാറ്റാണ്. ഇപ്പോൾ ദാ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നേന്ത്രപ്പഴത്തിനെ കൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കുന്ന പോലെ തോന്നാറുണ്ട്. എന്നാൽ ഈ ഒരു പലഹാരം ഒട്ടും എണ്ണ കുടിക്കില്ല. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. ഉള്ളിൽ ആ ഒരു പഴത്തിൻ്റെ ചെറിയ പുളിപ്പും അതുപോലെ തന്നെ തേങ്ങയുടെ മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.